വന്ദേമാതരം വിവാദത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. UDF സർക്കാരിന്റെ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണെന്നാണ് മുൻമന്ത്രി പി രാജീവ് പറയുന്നത്. ഗവർണർ പറയുന്നതാണോ സർക്കാരിന്റെ നയമെന്ന് വ്യക്തമാക്കണമെന്നാണ് രാജീവിന്റെ ആവശ്യം. വന്ദേമാതരം കൂടി ദേശീയ ഗീതം എന്ന നിലയിൽ ആലപിക്കണം എന്നുള്ള നിർദ്ദേശം സംബന്ധിച്ചുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യം കൂടിയാണ്. ആ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾക്കാണ് പൂർണ്ണമായ അധികാരം. ഗവർണർ പറയുന്നത് അപ്പടി തന്നെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അയക്കാം എന്നാണ് മന്ത്രി പറഞ്ഞതിന്റെ ചുരുക്കം എന്നുള്ളത്. അപ്പം അത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. മന്ത്രിമാരെല്ലാവരും പറയുന്നത് ഇത് സെക്രട്ടറിമാർ ചെയ്തു, ഞാൻ അറിയുന്നില്ല. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അജ്ഞത കൊണ്ട് പറയുന്നതല്ല. ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് അവർ ചെയ്തതാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവം നടത്തുന്ന പ്രചാരവേലയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ BJPക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് പൂർണ്ണമായും മാറുന്നു എന്നുള്ള അപകടം മതനിരപേക്ഷ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശേഷാദ്രിനാഥന്റെ നിയമനം, PM ശ്രീ പദ്ധതി, പ്ലീഡർ നിയമനം, VD സവർക്കറുടെ പേരിലുള്ള ചോദ്യപേപ്പർ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ചീഫ് സെക്രട്ടറിയോട് ലോക് ഭവൻ നിർദ്ദേശിക്കുന്നു എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രി ആ പറഞ്ഞതിൽ നിന്നാണ് പി രാജീവ് ചോദിക്കുന്നത്. അങ്ങനെ ചീഫ് സെക്രട്ടറിയും ലോക് ഭവനും കൂടി തീരുമാനിച്ചാൽ മതിയോ സംസ്ഥാനത്തെ ദൈനംദിന ഭരണപരമായ കാര്യങ്ങൾ എന്നുള്ളത്? ഇപ്പൊ ലോക് ഭവനും നിഷേധിച്ചിട്ടുണ്ട്. വേറെ കാര്യം, അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അവിടെ നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ലോക് ഭവനും ചീഫ് സെക്രട്ടറിയും കൂടി അങ്ങ് നടത്തുന്നതാണ് എന്നത്. മധു, വന്ദേമാതരം സംസ്ഥാന സർക്കാരിനെ അടിക്കാനുള്ള വടിയായി പ്രതിപക്ഷത്തിന് കിട്ടുന്നത് ഇത് രണ്ടാം തവണയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് അന്ന് തന്നെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ പി രാജീവ് ഇത് ചോദിക്കുന്ന സമയത്ത് ലോക് ഭവനിൽ നിന്ന് ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് ചീഫ് സെക്രട്ടറി വിശ്വാസ് സിൻഹ ഇത് സംബന്ധിച്ച കത്ത് മറ്റു വകുപ്പുകൾക്ക് നൽകി എന്ന് വന്നിരുന്ന സമയത്താണ് പി രാജീവിന്റെ പ്രസ്താവന വരുന്നത്. പിന്നീട് ലോക് ഭവൻ ഇത് തിരുത്തുകയും ചെയ്തു. അപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം ഇനി ഉയർത്താൻ പോകുന്ന ചോദ്യം അതായിരിക്കും, എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഇങ്ങനെ ഒരു കത്ത് തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്കും മറ്റ് സെക്രട്ടറിമാർക്കും വിദ്യാഭ്യാസ വകുപ്പിനും നൽകിയെന്ന് കേൾക്കുന്ന ഒരു സ്ഥിരീകരണമില്ല. എന്തുകൊണ്ട് അത് കൊടുത്തു? സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കണമെങ്കിൽ അത് എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് എഴുതി തയ്യാറാക്കിയ സർക്കുലർ പുറത്തിറക്കാറുണ്ട്. അങ്ങനെ ഒരു സർക്കുലർ 4-ാം തീയതി പൊതുഭരണ പ്രോട്ടോകോൾ വകുപ്പ് പുറത്തിറക്കിയിട്ടുമുണ്ട്. ആ സർക്കുലറിൽ മുഖ്യമന്ത്രി VD സതീശന്റെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പരിപാടി വരെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടത്തുന്ന ദേശീയ സ്വാതന്ത്ര്യ ദിനാഘോഷം വരെ എങ്ങനെ നടത്തണമെന്ന് അച്ചടിച്ച് എഴുതി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം അതിലൊരു കൺഫ്യൂഷൻ വരുത്തുന്ന തരത്തിൽ 4-ാം തീയതി ഇറങ്ങിയ സർക്കുലർ അവിടെ നിലനിൽക്കുമ്പോൾ 6-ാം തീയതി ചീഫ് സെക്രട്ടറി 1-2 വകുപ്പ് മേധാവികൾക്ക് എന്തിന് കത്ത് നൽകി? അതിന്റെ താല്പര്യം എന്തായിരുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം വീണ്ടും ഉന്നയിക്കാനാണ്. റഷീദാണ് വിവരങ്ങൾ നൽകിയത്. കാവ്യവൽക്കരണ അജണ്ടയാണ് എന്ന വിമർശനം കടുപ്പിക്കുകയാണ്. നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ ഇത് ആദ്യമുണ്ടായത് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട്. അന്ന് പക്ഷേ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചത് ലോക് ഭവൻ നേരിട്ടാണ് എന്നുള്ളത്. പക്ഷെ അതിനുശേഷം ബജറ്റുമായി ബന്ധപ്പെട്ട് പകുതി സമയം മാത്രമേ, നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പറയുന്ന 2 സ്റ്റാൻസ് മാത്രമാണ് ആലപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ലോക് ഭവൻ അതൃപ്തി അറിയിച്ചു, മറ്റു മറുപടികൾ പറയുകയും ഒക്കെ പോയി. പക്ഷേ ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയിരിക്കുന്ന നോട്ടീസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ വിമർശനത്തിന്റെ പേരിലാണ്, അത് ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിന്റെ പേരിലാണ് പ്രതിപക്ഷം വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്.